ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. രാവിലെ തന്നെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞു. ഓക്കെ, മാർക്കറ്റ് അത്ര സുഖമല്ല, ഞാൻ മാറി നിൽക്കുമായിരുന്നു. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ, ഞാൻ ട്രേഡേ ചെയ്തില്ല, മാറി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു മാർക്കറ്റ് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മുടെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു, ട്രേഡ് ചെയ്യുന്നവർ ബിഗിനേഴ്സ് നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി എത്ര പേര് അനുസരിച്ചു എനിക്കത്. ചിലപ്പോൾ ഈ എക്സ്പയറി ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയവർ കാണും, പക്ഷേ ഹോൾഡ് ചെയ്തവരുടെ പണി തീർന്നു കാണും. ഓക്കെ, നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി കാണും. നമ്മൾ പറഞ്ഞ് നമ്മുടെ റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് നിന്നത് അല്ലേ. ഏകദേശം നമ്മൾ ഇന്നലത്തെ നമ്മുടെ റേഞ്ച്, അതിൽ തന്നെ മാർക്കറ്റ് ആ റേഞ്ചിൽ ഓപ്പൺ ചെയ്ത ശേഷം നേരെ താഴെ വന്നു നമ്മുടെ സപ്പോർട്ട് ടെസ്റ്റ് ചെയ്തു, വീണ്ടും മുകളിൽ പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും നമ്മുടെ സപ്പോർട്ടിൽ സപ്പോർട്ട് എടുത്ത് കുറച്ചൊന്ന് മേലോട്ട് കയറിയിട്ട് വീണ്ടും താഴോട്ട് പോരും ഇല്ലേ. എന്നിട്ടും ഏകദേശം ആ പോയിന്റിലാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നമ്മളെ എക്സ്പയറി ഡേയിൽ പെടുത്തിയ ഇന്നും ചിലപ്പം വീഡിയോ ഇച്ചിരി നീണ്ടുപോകും, കുറച്ച് 3-4 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. ഇത് ഞാൻ ഓഫ് ചെയ്തേക്കാം, ഒരു മിനിറ്റ്. 17 മതിയല്ലോ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇല്ലേ. മാർക്കറ്റ് രാവിലെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്നു. ഓക്കെ, അപ്പം ഇതിന് താഴെ വന്നു, നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടുന്ന് റിജക്ഷൻ കണ്ടു, പക്ഷേ മുകളിലും വിക്കുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനുശേഷം താഴോട്ട് നമ്മുടെ 220 ബ്രേക്ക് ചെയ്തപ്പം നിങ്ങൾ ഒരു പക്ഷേ ട്രേഡ് എടുത്ത് കാണും. ട്രേഡ് എടുത്തവർ അപ്പോൾ തന്നെ ഏകദേശം ന്യായമായ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കിട്ടിയവർക്ക് ഓക്കെ, ഫൈൻ. അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് വീണ്ടും ഇവിടുന്ന് താഴോട്ട് വീണ്ടും പോകും എന്ന് പറഞ്ഞ് കയ്യിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഈ ഓരോ അപ്പിനും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 50 പ്രീമിയം, ഇവിടെ വന്നപ്പോൾ 50 രൂപയുടെ പ്രീമിയമാണ്. ഈ ഓരോ അപ്പിനും 10 രൂപ കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായി. ഈ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ 50 രൂപയുടെ പ്രീമിയം ഇവിടെ വന്നെന്ന് വിചാരിച്ചു, ഇത് മേലോട്ട് ഡിപ്പിന് പോയിട്ട് ഇവിടെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞ് പോയി 40 രൂപയായി കാണും. ഈ ഒരു ഒറ്റ പോക്ക്. ഇതൊക്കെ പർപ്പസ്ഫുള്ളി ഓപ്പറേറ്റർസ് ചെയ്യുന്ന പണി. എന്തിനാണ്? പ്രീമിയം. ഇന്ന് എക്സ്പയറി ഡേ ആണ്. പ്രീമിയം ഒരുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ വലിച്ചു കയറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളവരുടെ എല്ലാ SL അടിച്ച് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ പോയിട്ട് നേരെ തിരിച്ചു വന്നു ഇല്ലേ, നേരെ തിരിച്ചു വന്നു. അപ്പം ഇവിടെ 50 ഇത് വന്നു, ഇവിടെ 40 ഈ 40 എന്നുള്ള നേരെ 20 രൂപയായി കാണും. ഓക്കെ, ഈ 20 രൂപ തിരിച്ച് ഇവിടെ വന്നപ്പോൾ 25 രൂപയായി കാണും. പിന്നെ ഇവിടെ നേരെ പോയി, ഇത് 12 രൂപയോ അല്ല 15 രൂപയായി കാണും. പിന്നെ ഇവിടുന്ന് കറങ്ങി വന്ന് ഇവിടം വരെ വന്നപ്പോൾ 25 രൂപ അല്ലെങ്കിൽ 28 രൂപയായി കാണും. പിന്നെ ഇവിടുന്ന് നേരെ ഒരു ഒറ്റ പൊക്കൽ ഇതാണ് കിടക്കുന്നത് 10 രൂപ. പിന്നെ ഇവ നേരെ തിരിച്ച് താഴോട്ട് വന്നു, ഇവിടെ വന്നപ്പം 13 രൂപ. പിന്നെ ഇങ്ങോട്ട് പോയി 7 രൂപ. പിന്നെ ഇത് ഇത്രയും വന്നാലും നിങ്ങൾക്ക് ഈ 7 രൂപ എന്നുള്ളത് അങ്ങേ അറ്റം പോയ ഒരു 15 രൂപ അല്ലെങ്കിൽ ഒരു 16 രൂപ കാണും. മനസ്സിലായി പറഞ്ഞേ. അപ്പോൾ 50 രൂപയ്ക്ക് ഇവിടെ ഇറങ്ങിയ ഇവനാണോ മിടുക്കൻ, അതോ കുറ്റി അടിച്ച പോലെ ഇതിൻ്റെ ചവിട്ടി കിടന്ന് വട്ടം കറങ്ങി അവസാനം 16 രൂപ 17 രൂപ ബുക്ക് ചെയ്തവനാണ് മിടുക്കൻ? നിങ്ങൾ തന്നെ പറയും. ഇത്രയും സമയവും പോയി. ഇതിനാണ് ഞാൻ പറയുന്നത്, എക്സ്പയറി ഡേയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം ടൈംലി മാനറിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഇന്നും ബുക്ക് ചെയ്തവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നും ശങ്കരനഗേനെ അവിടുത്തെ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അനുസരിച്ചില്ല. എന്ത് ചെയ്യാൻ പറ്റുന്നത്? അനുസരണം ഇല്ല. പിന്നെ നമ്മൾ എത്ര തല്ലിയിട്ട് യാതൊരു കാര്യമില്ല. ഉണ്ടോ? അവനവന് തോന്നി അവനവന് ചോദിച്ചാൽ ഇപ്പോഴും പേഴ്സണൽ മെസ്സേജ് ഉണ്ട്, സാറേ പറ്റിപ്പോയി, ഇനി ആവർത്തിക്കത്തില്ല എന്ന് ഇത് തന്നെ. പക്ഷേ സ്വയം നന്നാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്ക് അത്രമാത്രം പറയാനുള്ളൂ. സ്വയം നന്നാകണമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയാൽ നിങ്ങൾക്ക് നന്നാകാം. അല്ലാതെ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നിങ്ങളെ നന്നാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനവൻ സ്വയം വിചാരിക്കുക, ഞാൻ രക്ഷപ്പെടണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിക്കുന്നു. അപ്പം മാർക്കറ്റ് നമ്മൾ വരച്ച ലെവല് പൊട്ടിച്ച് താഴെ നിൽക്കുക 25,134. ഓക്കെ, 25,134 പൊട്ടിച്ച് നിൽക്കുകയാണ്. അപ്പം ഇനിയും അടുത്ത എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,134 ബ്രേക്ക് ചെയ്ത് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 25,109 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? മേജറായിട്ടുള്ള സംഭവമാണ് 25,060. ഈ 25,060 എന്നുള്ള സംഭവമാണ്. ഇത് പൊട്ടിയാൽ
ഇത് പൊട്ടിയാൽ 25,000 സൈക്കോളജി, 25,000 സപ്പോർട്ടൊന്നുമല്ല, ഇത് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇത് പൊട്ടിയാൽ പിന്നെ സാധനം നേരെ താഴോട്ട് തന്നെ പോരും. ഓക്കെ, യാതൊരു തർക്കവുമില്ല. പിന്നെ ഇത് പൊട്ടും എന്നുള്ളതിന് ആക്കം കൂട്ടുന്ന 1-2 കാര്യങ്ങളോടൊന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്താ സംഭവിച്ചത് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇതാ ഇപ്പം മാർക്കറ്റ് ഓഫ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. ആക്സിസ് ബാങ്കിൻ്റെ വെരി 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 ബാഡ് റിസൾട്ടാണ്. വെരി ബാഡ് റിസൾട്ടാണ്. നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ പിന്നെ ആദ്യം വരുന്ന റിസൾട്ടാണ് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട്. ഇത് കോട്ടക് ബാങ്കിൻ്റെ കോട്ടക് ബാങ്കിന് വന്നില്ല, അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് മാത്രം വന്നുള്ളൂ തോന്നുന്നു. വെരി ബാഡ് റിസൾട്ടാണ്. ഇവരുടെ NPA കൂടി, എല്ലാം മൊത്തത്തിൽ അവരുടെ പ്രോഫിറ്റ് കുറഞ്ഞു, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞു, മൊത്തത്തിൽ അലമ്പാണ്. നിങ്ങളെടുത്ത് സമയമുണ്ടല്ലോ, എടുത്ത് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് നോക്കുക. ഓക്കെ, അപ്പം ഇത് ഒന്നാമത്തെ കാര്യം. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇനിയും പിന്നാലെ വരുന്ന അണ്ണന്മാരുടെയൊക്കെ പിന്നെ റിസൾട്ടുകൾ ഒക്കെ മോശമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ ഒരു സംഭവം വെളിവാക്കുന്നത്. മനസ്സിലായോ? അപ്പം നാളെ മാർക്കറ്റിൽ ഒരു ഭീതി. നാളെ ഫ്രൈഡേ ആണ്. ഓക്കെ, വീക്കെൻഡാണ്. ആരും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ ആരും താല്പര്യപ്പെടത്തില്ല. ഒന്നാമത്തെ കാര്യം ഇത്. ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് മോശമായതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് വിചാരിക്കുന്നത് HDFCയുടെയും നമ്മൾ പല കാര്യങ്ങൾ കൂട്ടി വായിക്കണം. HDFCയുടെയും ICICIയുടെയും റിസൾട്ട് മോശമാകാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെ പ്രതീക്ഷിച്ച പോലുള്ള പിന്നെ മെച്ചം പുലർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വേറൊരു സംഗതി, ഇങ്ങനെ റിസൾട്ട് മോശമാകാൻ പോകുന്നത് കൊണ്ടാണോ ഇവന്മാർ ബോണസും സ്പെഷ്യൽ ഡിവിഡൻറ്റും ഒക്കെ പ്രഖ്യാപിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതായത് റിസൾട്ട് മോശമാണ്, അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു ബോണസ് ഷെയറും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിവിഡൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ, റീറ്റെയിലേഴ്സ്, അമ്മാരെ നോക്കേണ്ട കാര്യമില്ല, റീറ്റെയിലേഴ്സ് എങ്കിലും പിടിച്ച് നിൽക്കുമോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഇവർ ഈ ബോണസും ഇത് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, കാരണം മാർക്കറ്റിനകത്തിൽ പല കളികളും നടക്കും. അപ്പോൾ അതിനകത്തിലൊക്കെ നമ്മൾ പെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നാളെ നമുക്ക് കണ്ടറിയണം അണ്ണന്മാരെല്ലാം പൊട്ടുവോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, HDFC ഓൾ ടൈം ഹൈ ആണ്, ICICI ഓൾ ടൈം ഹൈ ആണ്. ഇവന്മാർ രണ്ടുപേരും ഏതെങ്കിലും രീതിയിൽ, ഇനിയിപ്പം നല്ല റിസൾട്ട് വന്നെന്ന് വിചാരിച്ചു, നല്ല റിസൾട്ട് വന്നെങ്കിലും ഇതിന് മേലോട്ട് പോകുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം ഓൾറെഡി അപ്സൈഡ് ആണ്, ഇല്ലേ? 2000 കട്ട് ചെയ്ത് ഓൾ ടൈം ഹൈ നിൽക്കുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ളൊരു എന്താ പറയുന്നത്, ഒരു ക്യാപ്ഡാണ്, ഒരു പരിധിയുണ്ട് പോകുന്നതിന്, ഇല്ലേ? അതേസമയം പൊട്ടുവാണെങ്കിലോ നേരെ ഇങ്ങ് പോരും. 1600 കയറാൻ തുടങ്ങിയതാണ് 2000 വരെ. ഒരു പക്ഷെങ്കിൽ 1800 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ, കാരണം അത് മാത്രമല്ല, ഈ ആഴ്ചയിലാണ് ഈ അണ്ണന്മാർ രണ്ടുപേരുടെയും, HDFCയുടെയും ICICIയുടെയും റിലയൻസിൻ്റെയും 3 ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളാണ് ആലോചിക്കണം. 3 പേരുടെ റിസൾട്ട് ശനിയാഴ്ചയാണ് വരുന്നത്. ഗതികേടിന് ഇത് 3 നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിറക്കി കൂട്ടിയെടുക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഒരു പിടുത്തമില്ല. നാളെ പൊസിഷൻസൊക്കെ സൂക്ഷിക്കുന്നവർ വളരെ സൂക്ഷിച്ച് കണ്ടും ചെയ്യുക. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക, ഉള്ളത് പൊസിഷൻസ് എക്സിറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ പിന്നെ കളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് മാത്രം എന്തെങ്കിലും പൊസിഷൻ എടുത്ത് വെച്ച് കളിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത കളികൾക്കൊന്നും ദൈവത്തെ ഓർത്ത് നിൽക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, ഈ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞാലും പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞാൽ ഈ മോങ്ങാനിടുന്ന നായയുടെ തല തേങ്ങ വീണെന്ന് പറയുന്ന കണക്കാണ്. ഇതിപ്പം ഓൾറെഡി ഓൾ ടൈം ഹൈ ആണ്. എങ്ങനെയെങ്കിലും താഴോട്ടൊന്ന് പൊട്ടും എങ്ങനെ പൊട്ടും വരെ നോക്കിയിരിക്കുക. അപ്പോഴായിരിക്കും ഈ HDFC ICICIയുടെ റിസൾട്ട് വരുന്നത്. ഇത് വല്ല നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് നോക്കി 56 എന്നുള്ളത് 55,000 54,000 ഒക്കെ വന്നാൽ നമ്മൾ അതിശയിക്കണം. കാരണം ഹെവി വെയിറ്റ് സ്റ്റോക്കാണ് നമ്മുടെ HDFC ICICI. 1ാം സ്ഥാനം HDFCക്കും 2ാം സ്ഥാനം ICICI. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യം, അറിയാൻ മേത്തവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 25,000 പൊട്ടിക്കഴിഞ്ഞാൽ 24,800 ഒരു മേജർ സപ്പോർട്ടെന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. വരച്ചിട്ടുണ്ട് ഓൾറെഡി, ഇല്ലേ? നമ്മൾ അത് നോക്കാം. 24
വരയൊന്നും മാറ്റണം, വര എല്ലാം ക്ലിയറാണ്. 2560, 25000, 24950, 24860, 24753, 24500 ഇത്രയും കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എവിടം വരെ. വേറെ കൂടുതലൊന്നും പറയാനില്ല, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി പൊട്ടി നിൽക്കുക. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ നോക്കട്ടെ എത്ര പോയിൻ്റ് ആയിട്ടാണ് താഴെ നിൽക്കുന്നതെന്ന്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 50 പോയിൻ്റ് ഇപ്പോൾ തന്നെ പൊട്ടി നിൽക്കുകയാണ്. ഈ റിസൾട്ട് കൊണ്ടാണ് പൊട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ബാക്കി അനന്തരമായിട്ട് മറ്റേ അപ്പുറത്ത് ജോണിക്കുട്ടിയും എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വേണം ബാക്കി. ഓക്കെ, അവരും വലിയ മെച്ചമൊന്നും കാണുന്നില്ല ഇതിനകത്തിൽ. ഫ്ലാറ്റാണ് US മാർക്കറ്റ്, വെരി ഫ്ലാറ്റാണ്. അവിടെയും ജെറോം പവലിനെ തെറിപ്പിക്കാനുള്ള വഴികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് മാർക്കറ്റ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കും. ആകെയും പോകുകയും ഒരു നീതിമാനായ ഒരു മനുഷ്യൻ അങ്ങേര് മാത്രമേ ഉള്ളായിരുന്നു. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. പക്ഷേ അങ്ങേരെ കൂടെ തെറിപ്പിക്കാനുള്ള പണിയാണ് പുള്ളി നോക്കുന്നത്, ആര്, ട്രംപ് അണ്ണൻ. അപ്പം അതും ഇനി എന്തായി തീരുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടുതരാം. അപ്പം മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. പിന്നെ ഈ സിറിയയിൽ ഇസ്രായേൽ കയറി അടിച്ചത് എല്ലാം കൂടെ മൊത്തത്തിലൊരു കശകുശയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്തില്ലെങ്കിൽ ട്രേഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. നാളെയും മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട്, നാളെ നമുക്ക് ട്രേഡ് ചെയ്യാം. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കാനുള്ള അവസരമാക്കി നിങ്ങൾ കാണുക. ഓക്കെ, പഠിക്കാൻ മാർക്കറ്റ് ലൈവായിട്ട് നോക്കിയിരുന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയോടെ നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വരച്ച ലൈനിൽ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കുറച്ച് താഴോട്ട് 56,805, 58,828 ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ നമ്മുടെ മാർക്കറ്റിൻ്റെ 828, നമ്മുടെ വരയുടെ തൊട്ട് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇനി എന്താ സംഭവിക്കുന്നത്? നാളെ എന്തായാലും ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ 56,503 കടക്കുവാണെന്നുണ്ടെങ്കിൽ, 56,503 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷെങ്കിൽ താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടറിയണം. കോശി എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാനില്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് നല്ലപോലെ കുറച്ച് താഴോട്ട് വന്നു. ഞാൻ പറഞ്ഞു മിഡ് ക്യാപ്പിനെ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്ത് വെച്ചിട്ടാണ്? BSE വെച്ചിട്ടാണ്. BSE വലുതായിട്ടൊന്നും പൊട്ടിയില്ല, 55 പോയിൻ്റ് പൊട്ടിയിട്ടുള്ളൂ. ഓക്കെ, അതിന് പിന്നെ ആനുപാതികമായിട്ട് HDFC AMCയുടെ റിസൾട്ട് വെടിക്കെട്ട് റിസൾട്ടായിരുന്നു. അതുകൊണ്ട് 156 പോയിൻ്റ് അവർ കയറി. അപ്പോൾ ഇത് രണ്ടും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പോയപ്പോൾ വലിയ വീഴ്ചകളൊന്നും വലുതായിട്ട് വീണില്ല. ചെറിയൊരു വീഴ്ച വന്നില്ല. എനിക്ക് വന്നൊരു 100 പോയിൻ്റ് ഇല്ല, ഒരു 60-70 പോയിൻറ്റിന് വീഴ്ച മാത്രമേ വേണുള്ളൂ. 315, 256, 60 പോയിൻറ്റിന് വീഴ്ച മാത്രമേ ഇവിടെ വീണിട്ടുള്ളൂ. അപ്പം ഇനി നമ്മൾ ഈ മിഡ് ക്യാപ്പിനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ BSE നോക്കുക. BSE ഈ ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം. BSE ആണ് ഏറ്റവും വലിയ, BSE മാക്സ് ഹെൽത്തുമാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ. അപ്പോൾ അതിനെ നോക്കി വേണം നമ്മൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ. സൂക്ഷിച്ച് വേണം മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ 140 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ എൻ്റെ അനലിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേ നിങ്ങൾ ഈ കാണുന്നവരിൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് യൂട്യൂബ് പറയുന്നു. സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ലേ. അപ്പോൾ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചിലപ്പോൾ മറന്നു പോയതായിരിക്കാം, കാണുന്ന ആവേശം കൊണ്ട് ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. കാരണം അവർ പറയുന്നത് ഈ കാണുന്ന വ്യൂവേഴ്സിൽ ഏതാണ്ട് 25% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, ഒരു കാര്യം മറന്നുപോയി. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിനിടെ ആദ്യം പറയണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ക്ലാസ് എടുത്തപ്പം ഞാൻ ആദ്യം ഓപ്ഷൻ സെല്ലിങ്ങിനെ പറ്റിയും ലോങ് ടേം ഓപ്ഷൻ സെല്ലിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം നമ്മൾ അന്ന് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഒബ്സ്ട്രായിൽ നമ്മളൊരു പൊസിഷൻ എടുത്തായിരുന്നു, ഒരു പൊസിഷൻ. അപ്പോൾ ആ പൊസിഷന് അതിൻ്റെ ഗതി ഇപ്പോൾ 3 മാസം, നമ്മൾ മാർച്ച് അവസാനം ഏപ്രിൽ 1 നമ്മൾ ആ പൊസിഷൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ പകുതിയായി, 3.5 മാസമായി നമ്മൾ അന്നൊരു പൊസിഷൻ എടുത്തിട്ട്. അപ്പോൾ ആ 3.5 മാസം കൊണ്ട് നമ്മൾ ആ പൊസിഷൻ അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തു, അത് എന്തുമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം. ലോങ് ടേം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഈ പറയുന്നത്. അന്ന് നമ്മൾ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം. അന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി ഒബ്സ്ട്രായിൽ നമ്മളൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അന്ന് നമ്മൾ ആകെ ചെയ്ത പൊസിഷൻ 26,000 CEയും 22,000 PEയുമാണ് നമ്മളന്ന് സെല്ല് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് നേരെ താഴെ 22,000 വരെ താഴെ പോയപ്പോൾ നമ്മൾ
നമ്മളുടെ CE സൈഡ് സെല്ല് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മളൊരു PE എക്സ്ട്രാ വാങ്ങിച്ചു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പം വീണ്ടും നമ്മൾ ബെനിഫിറ്റ് കിട്ടിയ PE നമ്മൾ പിന്നെ അത് കൊടുത്തു. അതിനുശേഷം അവിടുന്ന് മുകളിൽ കയറിയപ്പോൾ നമ്മൾ CE വീണ്ടും വാങ്ങിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പൊസിഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം 44,000 രൂപ അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കി. 44,000 രൂപ ആ 2 ലെഗ് സെല്ല് ചെയ്തതിന്. ആ 2 ലെഗ് സെല്ല് ചെയ്തതിന് ഏകദേശം നമുക്കൊരു 3 ലക്ഷം രൂപ എങ്ങാണ്ടായെന്ന് തോന്നുന്നു അന്ന് സെല്ല് ചെയ്തതിന്. ഓക്കെ, ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്, കാരണം നമുക്ക് 2-3 മാസമുണ്ട്. സെപ്റ്റംബറാണ് ഇതിൻ്റെ എക്സ്പയറി അല്ലേ. ഇനി നമുക്ക് കിടപ്പുണ്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 2 മാസം കൂടി ഇനി കിടപ്പുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് നമുക്ക് ധാരാളം സാവകാശങ്ങളും സമയമുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ ഏകദേശം 44,000 രൂപയോളം അത് പ്രോഫിറ്റിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനിയുണ്ട് നമുക്ക് 2 മാസം. ഇതിനകത്ത് നമ്മൾ 2 പൊസിഷൻ നമ്മൾ എക്സിറ്റ് ചെയ്തു. ഒരെണ്ണം 11,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും നമ്മൾ 2 പൊസിഷൻ ഈ റെഡ് കാണുന്ന എക്സിറ്റ് ചെയ്തു. ബാക്കി 3 നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഒരെണ്ണം 26,000 CE ആണ്. അപ്പോൾ ഈ 25,000 താഴെയൊക്കെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെടിക്കെട്ട് പോലെ നല്ല പ്രോഫിറ്റിലെത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ഈ 44 എന്ന് പറയുന്നത് ഒരു 70 രൂപയ്ക്ക് അടുത്തൊക്കെ വരെ പ്രോഫിറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റ് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ദിവസങ്ങൾ എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഈ ഓപ്ഷൻ ലെസൺ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അറിവിന് വേണ്ടി ഞാനൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോങ് ടേം ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നുള്ളത് ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എക്സാമ്പിൾ സഹിതം അന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ക്ലോസ് ചെയ്യുവാണ്. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഇന്നും ന്യായം പാലിച്ചത് ധാരാളമുണ്ട്. ഇന്നത്തെ ഹീറോ കളിച്ചും കാശുണ്ടാക്കിയവരുണ്ട്, കാശ് കളഞ്ഞവരുണ്ട്. എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എങ്കിലും അവനവൻ്റെ റിസ്ക് അറിഞ്ഞ് വേണം, അവനവൻ്റെ മടിയുടെ കനം അറിഞ്ഞിട്ട് വേണം കളിക്കാൻ. ഓക്കെ, പോക്കറ്റിൻ്റെ കനം അറിഞ്ഞേ കളിക്കാവൂ, അല്ലെങ്കിൽ ഔട്ടായി പോവും. മാർക്കറ്റ് ഇവിടെ നാളെ കാണും, നമ്മൾ കാണത്തില്ല. ഓക്കെ, നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നാളെ പൊട്ടുവോ അതോ കയറുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. ശക്തമായിട്ട് കാള 25,000 പിടിച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കുവാണ്. തട്ടിത്തെറിപ്പിച്ച് പോകുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.